കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ആരാണല്ലോ. കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മാറുന്നുണ്ടെങ്കിൽ, അതായത് കുഞ്ഞുനാളിൽ നമ്മളിൽ കൗതുകം നടത്തിയ ഫെയറി ടേലുകൾ തുടങ്ങി ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ സറ്റയറുകളിലേക്ക്, സയൻസ് ഫിക്ഷനിലേക്കും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലറുകളിലേക്കും മാജിക്കൽ റിയലിസത്തിലേക്കും ഒക്കെ നമ്മൾ നടത്തിയ ആ ഒരു ഷേപ്പ് ഷിഫ്റ്റിംഗ്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ ഏത് ജോണറിൽ പെടുത്തുമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞു. ഇതൊരു വലിയ കഥയാണ്, ബട്ട് ഇൻ എ നട്ട്ഷെൽ ഞാനൊന്ന് ചുരുക്കി പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ട് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കും. വേറൊന്നുമല്ല, ഈ കഥയും കഥാപാത്രങ്ങളും, നിങ്ങൾ ഇന്ന് കാണുന്ന കഥയും കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സാമ്യം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഒട്ടും യാദർച്ഛികമല്ല എന്നറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങി. അധികം ബോറടിപ്പിക്കാണ്ട് ഞാൻ കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് സാങ്കല്പികമായിട്ടുള്ള ഒരു കാട്ടിലാണ്. ആ കാട്ടിലെ ഓരോ ജീവികൾക്കും അവരവരുടേതായിട്ടുള്ള സാമ്രാജ്യങ്ങളുണ്ട്. അവർ അതിർത്തികൾ തിരിച്ച് വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ചെയ്യും. നമ്മുടെ കഥ നടക്കുന്നത് മാൻകൂട്ടങ്ങൾ കൂട്ടമായി അധിവസിക്കുന്ന സാമ്രാജ്യത്തിലാണ്. ആ മാൻകൂട്ടങ്ങൾ അവർ ഒത്തൊരുമിച്ച് ഒരിടത്ത് അതിർത്തികൾ തിരിച്ച് അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു പോകുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ മാൻകൂട്ടങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് ഒരു കൂട്ടം നാടോടികളായിട്ടുള്ള ആട്ടിൻകൂട്ടങ്ങൾ എത്തിപ്പെടുകയാണ്. അവര് കാണാൻ നല്ല ക്ഷീണിതരായിരുന്നു. അവരുടെ പുറത്ത് ഭാരം കൂടിയ ബാണ്ടക്കെട്ടുകളുണ്ട്. ആ ബാണ്ടക്കെട്ടുകളുടെ ഭാരം താങ്ങാൻ കഴിയാതെ അവരുടെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. ആ ആട്ടിൻകൂട്ടങ്ങൾ പറയുകയാണ്, ഞങ്ങളെ ഒരു കൂട്ടം വേട്ടക്കാർ വേട്ടയാടി. അവർ ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിച്ചു. നിങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകളെ നശിപ്പിക്കരുത്. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല അംഗങ്ങളും ഈ കൊടുങ്കാടിന്റെ ഓരോ മൂലകളിലായി ചിന്നിച്ചിതറി കിടക്കുക. ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കും. ഇത് കേട്ട മാൻകൂട്ടങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ആ ആട്ടിൻകൂട്ടങ്ങളെ ട്രീറ്റ് ചെയ്തു. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പെട്ടെന്നൊരു നാളിൽ ഈ ആട്ടിൻകൂട്ടങ്ങൾ വീണ്ടും ഒരു ആവശ്യം കൂടെ ഉന്നയിക്കുക. അപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം, ഞങ്ങളുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കൂടി ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ. അതിന് നിങ്ങൾ ഒന്നുകൂടി ഞങ്ങളോട് മനസ്സലിവ് കാണിക്കും. ഇത് കേട്ട മാൻകൂട്ടങ്ങൾ ആദ്യമേ ഒന്ന് ആശയക്കുഴപ്പത്തിലായെങ്കിലും പിന്നീട് അവർ ചിന്തിച്ചു, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടുവോളം എല്ലാം ഉണ്ട്. സ്ഥലമുണ്ട്, വിഭവങ്ങളുണ്ട്, വിളനിലങ്ങളുണ്ട്. പിന്നെ കുറച്ചുപേരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കലി നോക്കുമ്പോൾ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ കാടിന്റെ പല ഭാഗത്തായി ചിന്നിച്ചിതറി കിടന്നിരുന്ന ആട്ടിൻകൂട്ടങ്ങളെല്ലാം കൂടി ഈ മാനുകളുടെ സാമ്രാജ്യത്തിലേക്ക് വരവേ. അങ്ങനെ കാലങ്ങൾ പിന്നെ ഒരുപാട് കഴിഞ്ഞു. ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ പോകെ പോകെ ഈ മാൻകൂട്ടങ്ങളുടെ സാമ്രാജ്യത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ കണ്ടു. അതായത് കുടിയേറിയ ആട്ടിൻകൂട്ടങ്ങളിലെ ഒരു കൂട്ടമാണ് അവർ അവരുടേതായിട്ടുള്ള ബദൽ മാർഗങ്ങളിലൂടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ, അവയിൽ മാറ്റങ്ങൾ വരുത്താനും. ഇത് കണ്ട മാൻകൂട്ടങ്ങൾക്ക് നല്ല രീതിയിൽ നീരസം തോന്നി. പക്ഷെ പതിയെ പതിയെ ആ മാൻകൂട്ടങ്ങൾക്കും എതിർക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വന്നെത്തി. അവസ്ഥ കൂടുതൽ പരിതാപകരമായി തോന്നി. അങ്ങനെ ഒടുക്കം ഈ മാൻകൂട്ടങ്ങൾ എല്ലാം കൂട്ടം ചേർന്നിട്ട് പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ ആ പ്രതിഷേധത്തെ അടിച്ചമർത്തിക്കൊണ്ട് ആട്ടിൻകൂട്ടങ്ങൾ ഒന്നിച്ചെത്തി. തങ്ങൾ വരുത്തി വെച്ച വിന അത് ഒരു ചെറിയ വിനയല്ല എന്നവർക്കപ്പം മനസ്സിലായി തുടങ്ങി. പക്ഷെ അപ്പോഴും ഞാനീ പറഞ്ഞ ആട്ടിൻകൂട്ടങ്ങളിലെ പ്രശ്നക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആടുകൾ അവര് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളായിരുന്നു എന്ന വസ്തുത അറിയാൻ ഈ മാൻകൂട്ടങ്ങൾ നന്നായി വൈകിപ്പോയി. തങ്ങളെ ഇത്രമേൽ അടിച്ചമർത്താൻ, ഇത്രമേൽ പ്രതിരോധിക്കാൻ ഈ ആട്ടിൻകൂട്ടങ്ങളുടെ എല്ലാം ശക്തി സ്രോതസ് എന്തെന്നറിയാനായി മാൻകൂട്ടങ്ങൾ ഒരു ശ്രമം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് തൊട്ടപ്പുറത്തെ കുറുക്കൻ കൂട്ടങ്ങളുടെ രഹസ്യമായും പരസ്യമായുമുള്ള പിന്തുണ കൊണ്ടാണ് അവര് തങ്ങളെ അടിച്ചമർത്തുന്നത് എന്നറിഞ്ഞപ്പോൾ ഈ മാൻകൂട്ടങ്ങൾ വല്ലാണ്ട് അമ്പരന്നു. പക്ഷെ എപ്പോഴും അവര് തളർന്നില്ല. അവര് സ്വന്തം നാടിനു വേണ്ടി പൊരുതുവാൻ തന്നെ കുറച്ച് ഒതുങ്ങിക്കൂടിയ ഇടങ്ങളിൽ നിന്ന് അവരാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിച്ചു. അതിനെല്ലാം തിരിച്ചടിയെന്നോണം അവർക്ക് വില കൊടുക്കേണ്ടി വന്ന കൂട്ടത്തിലെ തന്നെ ഒരുപാട് പേരുടെ ജീവനും രക്തവുമായി. അങ്ങനെ സമാധാനമായി ആളുകൾ ജീവിച്ചിരുന്ന ആ മണ്ണിൽ പുതിയൊരു രക്തചരിത്രം തന്നെ തുറന്നു. ഇന്നത്തെ വിജയം അനിശ്ചിതത്വത്തിലാണെങ്കിലും അന്തിമ വിജയം തങ്ങൾക്കായിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ആ മാൻകൂട്ടങ്ങൾ അവരവരുടെ മണ്ണുകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഈ കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു കാലഘട്ടം വരുന്നതുവരെ കഥ തുടർന്നുകൊണ്ടേയിരിക്കും. കഥകളിൽ ചോദ്യങ്ങളില്ല എന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ ഈ കഥയിൽ ചോദ്യങ്ങളുണ്ടാവും. എന്നാൽ അതിലുള്ള ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം.